കുട്ടികളിലെ സ്പീച്ച് ഡിലേ അത് ഒ പി ഡിയിൽ വളരെയധികം കോമൺ ആയിട്ട് വരുന്ന ഒരു ക്വയറിയാണ്. ചില കേസുകളിൽ നമ്മൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതുമാണ്. ഇതെന്തുകൊണ്ടാണ് ഐഡൻറ്റിഫൈ ആവാൻ വേണ്ടി ലേറ്റ് ആകുന്നതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോഴാണ് കറക്റ്റ് സമയത്ത് ആവേണ്ടതിനെ പറ്റി ഒരു അറിവില്ലായ്മയാണ്. അതായത് ഇപ്പോൾ ഒരു കുഞ്ഞു കുട്ടി ഒരു 2 മാസം ആകുമ്പോൾ തൊട്ട് ചെറിയ ചെറിയ ഒച്ചെടുക്കാൻ തുടങ്ങും. നമ്മൾ കൂവിങ് എന്നാണ് പറയുക. അതിനുശേഷം ഒരു 4 മാസമൊക്കെ ആകുമ്പോൾ ആൾ നന്നായി ചിരിക്കാൻ തുടങ്ങും. ഉറക്കെ ചിരിക്കുക എന്ന് വെച്ചാൽ നല്ല ചിരി വന്നു തുടങ്ങും. ഒരു 6 മാസമായി കഴിയുമ്പോൾ ഇതേ കുട്ടി 1 വേർഡുകൾ, അതിനെ മോണോസിലബിൾസ് എന്ന് പറയും. അതേ കുട്ടി തന്നെ ഒരു 9 മാസമായി കഴിയുമ്പോൾ അമ്മ, അപ്പ അങ്ങനെ 2 വാക്കുകൾ വെച്ച് സംസാരിക്കും. 1 വയസ്സായി കഴിയുമ്പോൾ 1-2 വാക്കുകൾ വിത്ത് മീനിങ്, അതായത് അമ്മ, അച്ഛൻ എന്ന് അറിഞ്ഞു തന്നെ വിളിക്കാം. അതൊരു 1.5 വയസ്സാകുന്ന കുട്ടിയാകുമ്പോൾ ഒരു 8-10 വാക്കുകൾ അർത്ഥത്തോടു കൂടി സംസാരിക്കാം. ഒരു 2 വയസ്സാകുമ്പോൾ ചെറിയ ചെറിയ സെൻറ്റൻസുകൾ, എനിക്ക് വെള്ളം വേണം, അതിൽ 2 വാക്കുകളുള്ള 2-3 വാക്കുകളോടുകൂടിയുള്ള സെൻറ്റൻസുകളൊക്കെ പറയാം. ഒരു 3 വയസ്സാകുന്ന കുട്ടിയാകുമ്പോഴേക്കും ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങാം. 4 വയസ്സാകുന്ന കുട്ടിയാകുമ്പോൾ ചെറിയ കഥകൾ, ചെറിയ പാട്ടുകളൊക്കെ പാടി തുടങ്ങാം. 5 വയസ്സാകുമ്പോൾ കുട്ടി കൂടുതൽ സംശയങ്ങൾ, ഈ വാക്കിൻ്റെ അർത്ഥം എന്താ, ഇതൊക്കെയാണ് ഒരു നോർമൽ പ്രോഗ്രഷൻ. ഇതിൽ 1-2 മാസങ്ങൾ ചെറിയ വ്യത്യാസങ്ങൾ വന്നാലും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നാൽ അതിൽ മേലെയായിട്ട് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും ആദ്യം കുട്ടിക്ക് ഒരു ഹിയറിംഗ് ടെസ്റ്റ് നടത്തണം. അതിനുശേഷം ഹിയറിംഗ് കുട്ടിക്ക് ഓക്കെ ആണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് സ്പീച്ച് അസസ്മെൻ്റ് ആണ്. ഈ സ്പീച്ച് അസസ്മെൻറ്റിൽ നമുക്കതിന് കറക്റ്റായ കാരണങ്ങൾ അറിയുകയും അതിന് വേണ്ടിയിട്ടുള്ള മെഡിക്കേഷൻസ്, തെറാപ്പികൾ, സ്റ്റിമുലേഷൻസ് എല്ലാം നമ്മൾ കൊടുക്കുകയും വേണം.